ഹായ് ഡിയേഴ്സ്, ലിഗീസ് ഫാഷൻ ഹാവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കുന്നത് അൻവിത കളക്ഷൻസ് ആണ് കേട്ടോ. പിന്നെ അൻവിത ഇനി കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരിക്കും, ഇനി വീഡിയോസിനെല്ലാം ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായിരിക്കും. അതിൻ്റെ കാര്യം പിന്നെ ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ അൻവിതയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിലുള്ള ബെൽ ബട്ടണിൽ ഓളൊന്ന് തന്നെ പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും കൂടി ഒന്ന് ഫോളോ ചെയ്തേക്കാം കേട്ടോ. ഈ നമ്മൾ ലോങ് വീഡിയോസിൽ ഇടുന്നതിൻ്റെ എല്ലാം കൂടി ചേർത്തൊരു ഷോർട്ടായിട്ടുള്ള രൂപം നമ്മൾ ഇതേ 11 മണിക്ക് തന്നെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് മൊത്തത്തിൽ ഓടി കാണാൻ സമയമില്ലാത്തവർ ഇൻസ്റ്റാഗ്രാമിൽ പോയി കാണാം. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കാം. നേരെ കളക്ഷൻസിലേക്ക് കടക്കാണ്. ഫസ്റ്റ് വൺ ഞാൻ വെയർ ചെയ്തിട്ടുള്ള ഈ ഒരു പിങ്ക് കളറിൽ, ഇതിനു മുമ്പ് നമ്മൾ ഈ സെയിം പാറ്റേൺ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ അതായത് ഇങ്ങനെ ചെക്കും കാര്യങ്ങളൊക്കെ വരുന്നത് ഇവിടുത്തെ യോക്കിൻ്റെ ഇവിടെ എന്തോ ഒരു വർക്കാണ് വരുന്നത്. ഇതിന് ഇങ്ങനെ ഒരു വീനെക്ക് പോലെ കൊടുത്തിട്ട് ഒരു ഹാൻഡ് ബ്ലോക്ക് പോലത്തെ ഒരു ഡിസൈൻ വർക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ ഒരു പ്രിൻസസ് കട്ട് കൊടുത്ത് ഇവിടെയാണ് ഇങ്ങനെ വർക്ക് കൊടുത്തേക്കുന്നത്. ഈ ഭാഗത്ത് ഇങ്ങനെ സ്ട്രെയിറ്റ് നമുക്കിതുപോലെ സ്ട്രൈപ്സ് ആയിട്ടുള്ള ലൈനാണ് പോകുന്നത്. ഇവിടെ ഒരു 2 പാനലായിട്ടാണ് ചെയ്തേക്കണം. ഫ്രണ്ട് പോർഷനിലേക്ക് തന്നെ 1, 2 പാനൽ, പിന്നെ ഇത് 3, 4, 5, അങ്ങനെ മൊത്തം 5 പാനലായിട്ടാണ് വരുന്നത്. ഇത് ഫുള്ളി ആലയൻ കോൺസെപ്റ്റിലാണ് വരുന്നത്. സൈഡിൽ സ്ലിറ്റ് വരുന്നില്ല. 1 സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നടുക്ക് ഭാഗം ഇങ്ങനെ ചെക്കായിട്ടുള്ള പാറ്റേൺ. സ്ലീവും അങ്ങനെ തന്നെ. സ്ലീവിൻ്റെ എഡ്ജിലും ഇതുപോലെ തന്നെ ഒരു പാച്ച് വർക്ക്. ഇവിടെ ഇത്തിരി ഒരു ലൈറ്റർ ടോണാണ് വരുന്നത്, ഇതും ഒരു ലൈറ്റർ ടോണാണ് വരുന്നത് കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ ഇവിടേക്ക് ഇങ്ങനെ കൊടുത്തേക്കണുണ്ട്, ഇങ്ങനെ ഒരു വർക്ക് പോകുന്നുണ്ട്. ഇത്രേ ഉള്ളൂ. പിന്നെ വേണമെങ്കിൽ ഒരു ക്ലോസ് സർവീ കാണിക്കാം. പിന്നെ അൻവിത എപ്പോഴും അറിയുന്നവർക്ക് വേണ്ടി പറയാണ്, അറിയാത്തവർക്ക് വേണ്ടി പറയാണ്, അൻവിത വിത്തൗട്ട് ലൈനിങ്ങിൽ വരിക. ലൈനിങ് ഇല്ലാതെ തന്നെയാണ് ഇത്രയും കാലം അൻവിത ചെയ്തിട്ടുള്ളത്. അൻവിത വളരെ റയറായിട്ട് മാത്രമാണ് ലൈനിങ് ഉണ്ടായിരിക്കുള്ളൂ കേട്ടോ. പിന്നെ ഇതെല്ലാം മറ്റ് നോർമൽ കുർത്തികളെ പോലെ നിങ്ങൾക്ക് തോന്നുമെങ്കിലും ഇതിൻ്റെ ഒരു ടെക്സ്ചർ അല്ലെങ്കിൽ ഇതിൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ കൊണ്ടാണ് ഇതിൻ്റെ റേറ്റ് മാറുന്നത്. നമ്മളായിട്ട് കൂട്ടിയിടുന്നതല്ല, നമ്മൾ എല്ലാ റേഞ്ച് ഐറ്റംസും കാണിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഓരോ ഐറ്റത്തിനും കിട്ടുമ്പോൾ കൃത്യമായിട്ട് അറിയാം അതിനെങ്ങനെ മാർജിൻ ഇടണം. അല്ലാണ്ട് ബ്രാൻഡ് ആയതുകൊണ്ട് കൂട്ടിയിടുന്നതോ അങ്ങനെയൊന്നുമല്ല. ഇതിൻ്റെയൊക്കെ എല്ലാം മാർജിൻ വളരെ കൂടുതലായിട്ടാണ് വരുന്നത്. പക്ഷെ അത് ഭയങ്കര സുഖമാണ്. ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് ധൈര്യമായിട്ട് എടുക്കാം. ഇനി ചിലപ്പോൾ നല്ല കട്ടിയുള്ള കോട്ടണൊക്കെയാണ് ഇഷ്ടം എന്നുള്ളവർക്ക് ഉണ്ടെങ്കിൽ എനിക്ക് അറിഞ്ഞുകൂടെ എങ്ങനെയാണെന്ന് കേട്ടോ. ഇങ്ങനെയാണ് വരിക. ഇവിടെ ഒരു സീക്വൻസ് വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇത്രയും ഭാഗം ചെക്കായിരുന്നു, ഇങ്ങോട്ട് വരുമ്പോൾ ലൈൻസാണ് പോകുന്നത്. ഇവിടെ ഒരു പാനൽ അടിച്ച് 2 പാനലായിട്ടാണ് ചെയ്തേക്കുന്നത്. പുറകിലേക്കും ഇതേപോലെ തന്നെ നടുഭാഗത്ത് ഇങ്ങനെ ഇത്രയും ഭാഗം ചെക്ക് 2 സൈഡിലേക്കും ലൈൻ അടിച്ചിട്ടാണ് വരുന്നത്. എ ലൈൻ കോൺസെപ്റ്റിലാണ്. 46 to 47 റേഞ്ചിലേക്ക് ലെങ്ത്ത് വരുന്നുണ്ട്. സ്ലീവ് 19 റേഞ്ചിലേക്ക് ലെങ്ത്ത് വരുന്നുണ്ട്. മീഡിയം ടു 3XL സൈസ് വരെ അവൈലബിൾ ആണ്. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കളറാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇതിൻ്റെ പിങ്കും പിന്നെ അതിന് മുമ്പ് നമ്മളൊരു യെല്ലോയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊന്നും റീസ്റ്റോക്ക് കിട്ടിയില്ല. ഇപ്രാവശ്യം കിട്ടിയത് ഈ പാറ്റേൺ ആണ് കേട്ടോ. അപ്പോൾ വേണമെന്നുള്ളവർ എത്രയും പെട്ടെന്ന് ഓർഡർ എടുക്കുക. പ്രൈസ് വരുന്നത് 1090 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. അടുത്ത വരുന്നത് സ്ലീവ്ലെസ് ആയിട്ടാണ്. ഇതിന് ഷോർട്ടായിട്ടുള്ള സ്ലീവ് അറ്റാച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഇതിൻ്റെ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഒരു ഇൻഡിഗോ ഷെയ്ഡ് പോലെയാണ് വരുന്നത്. ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ളൊരു കളറല്ല. ഇതിങ്ങനെ ഒരു മിക്സ് ആൻഡ് മാച്ച് പോലെ. ചില സ്ഥലങ്ങളിൽ ഇച്ചിരി ഡാർക്കർ ടോൺ കൂടുതൽ, ചില സ്ഥലങ്ങളിൽ കുറച്ച് ലൈറ്റർ ടോൺ കൂടുതൽ, അങ്ങനെ വരുന്നൊരു പാറ്റേൺ ആണ് കേട്ടോ. എയർലൈൻ കോൺസെപ്റ്റിൽ വന്നിട്ട് 1 സൈഡ് പോക്കറ്റാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ ഇങ്ങനെ ചെറിയൊരു ബോക്സ് പ്ലീറ്റ് പോലെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 3 വുഡൻ ബട്ടൺ കൊടുത്ത് സ്റ്റൈലിഷ് ചെയ്തിട്ടുണ്ട്. ഒരു കോളർ നെക്കാണ്, കോട്ട് കോളർ പോലെ വരും. ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ വരുന്ന പാറ്റേൺ ആണ്. നല്ല സ്റ്റൈലിഷ് ആയിട്ട് ഭയങ്കര കംഫർട്ടാണ് കേട്ടോ. ഒരു എന്താ പറയുക, മെറ്റീരിയൽ വന്നിട്ട് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയ പോലത്തെ ഒരു മെറ്റീരിയലാണ്. പക്ഷെ നമുക്ക് ഭയങ്കര സിമ്പിളായിട്ട് യൂസ് ചെയ്യാം. ഈ സമയത്ത് അത്രയും ചൂടുള്ള സമയത്ത് അത്രയും ആപ്റ്റായിട്ടുള്ളൊരു മെറ്റീരിയൽ എന്ന് പറയും. കാരണം എനിക്ക് ഇട്ടിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ സാധാരണ അങ്ങനെ സ്ലീവ്ലെസ് അങ്ങനെ അധികം എടുക്കൽ കുറവാണ്. പക്ഷെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഞാൻ ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഭയങ്കര കംഫർട്ടാണ് കേട്ടോ. അൻവിതയുടെ മെറ്റീരിയൽ എന്ന് പറയുന്നത് ചിലത് പ്രത്യേകിച്ച്. അപ്പോൾ അങ്ങനത്തെ വരുന്ന ഒരു പാറ്റേണാണ്. നിങ്ങൾക്ക് സ്ലീവ്ലെസ് ആയിട്ട് ഇടാൻ താല്പര്യമില്ലെങ്കിൽ ഷോർട്ട് സ്ലീവിനുള്ളത് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. 1 സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതുപോലെ ഡ്രസ്സായിട്ട് വെയർ ചെയ്യാം കേട്ടോ. അതായത് 40 to 43 റേഞ്ചാണ് ഇതിന് ലെങ്ത്ത് വരുന്നത്. മീഡിയം, ലാർജ്, XL, XXL സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഞാൻ ഇതിനകത്ത് പ്രത്യേകിച്ച് ഫിൽറ്ററോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല. നമ്മൾ ഐഫോണിലാണ് വീഡിയോ എടുക്കുന്നത്. പക്ഷേ ചിലപ്പോൾ ചിലർ നമ്മൾ കയ്യിൽ കിട്ടുമ്പോൾ പറയാറുണ്ട് നമ്മൾ വീഡിയോയിൽ കണ്ടത്ര ബ്രൈറ്റ് ആയിട്ടുള്ളൊരു കളറല്ലെന്ന്. അൻവിതയുടെ മെറ്റീരിയൽ എന്ന് പറയുന്നതെല്ലാം പ്യുവർ കോട്ടൺ ആണ്. ഹാൻഡ്ലൂം എന്ന് പറയുന്ന പോലെ സ്റ്റിച്ച് ചെയ്ത് വരുന്ന പാറ്റേൺ ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
അതിനകത്ത് ചില സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ചില ലൈൻ അവിടെ ഇവിടെയൊക്കെ കുറച്ച് കട്ടിയിൽ കാണാം. അതായത് എവിടെയെങ്കിലും നൂല് കട്ടായി പോകുമ്പോൾ വീണ്ടും അവർ നൂലിങ്ങനെ നെയ്തെടുക്കുമ്പോൾ അതിൽ കൂടെ അഡീഷണൽ ആയിട്ട് വരുമ്പോഴാണ് അവിടെ അങ്ങനെ ഒരു ഇത് വരുന്നത്. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോഴാണല്ലോ നമുക്ക് അതിനെക്കുറിച്ചൊക്കെ അറിയുന്നത്. അതുകൊണ്ട് നമുക്ക് സ്റ്റിച്ചിങ് ആയിട്ട് യാതൊരു ബന്ധമില്ല. പക്ഷെ അതൊന്നും ഡാമേജ് അല്ല. അത് അവർ ആ കൈ കൊണ്ട് ചെയ്തെടുക്കുന്നതിൻ്റെ ഒരു ഫീലാണ്, മെറ്റീരിയലല്ല. ഇതൊക്കെ അങ്ങനെ വരുന്ന മെറ്റീരിയലാണ് കേട്ടോ. അതുപോലെ ഇൻഡിഗോ ഷെയ്ഡുകളെല്ലാം നിങ്ങൾ സെപ്പറേറ്റ്, പ്രത്യേകിച്ച് ഇൻഡിഗോ ഷെയ്ഡിൽ വരുന്ന കളേഴ്സ് എല്ലാം സെപ്പറേറ്റ് വാഷ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ കളർ ഗാർഡിൽ മുക്ക് ചെയ്ത് വെക്കുമ്പോൾ കളറ് ഇളകാൻ ചാൻസ് ഉണ്ട്. അത് 1-2 പ്രാവശ്യം അങ്ങനെ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് കളറ് സെറ്റാവും. അല്ലെങ്കിൽ നിങ്ങൾ ഡ്രൈ ക്ലീൻ ചെയ്യാൻ കൊടുക്കട്ടെ. ഇതിലൊന്ന് ആഫ്റ്റർ വാഷ് എങ്ങനെയാണെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്ത് പറയാൻ പറ്റില്ല. ഇതെല്ലാം നാച്ചുറൽ ഡൈയിലൊക്കെ വരുന്നത് കൊണ്ടാണ്. എന്നാൽ ഒരുപാട് അൻവിതാസ് ഒരു നോർമൽ വാഷിൽ പോലും കളർ ഗാർഡ് യൂസ് ചെയ്യാതെ ജസ്റ്റ് കോൾഡ് വാട്ടറിൽ കഴുകിയാൽ പോലും കളർ ഇളകാറില്ല. ചിലത് കളർ ഇളകും ചെയ്യും. അതുകൊണ്ട് നമുക്കൊന്നും നേരത്തെ കുട്ടി പ്രെഡിക്റ്റ് ചെയ്ത് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ ഒരു ക്ലോസ് റിവ്യൂ ഞാൻ കാണിക്കാം. ഞാൻ വെയർ ചെയ്തിട്ടുള്ളത് മീഡിയം സൈസാണ് കേട്ടോ. അപ്പം ഇങ്ങനെയാണ് വരുന്നത്. ഉണ്ടോ? ഇങ്ങനെയാണ് അതിൻ്റെ പ്രിൻറ്റ് വരുന്നത്. ഫുള്ളി ലൈൻ പാറ്റേൺ ആണ്, സ്ലിറ്റ് വരുന്നില്ല. നല്ല കംഫർട്ടായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ കളറാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഇത് ചിലപ്പോൾ ഭയങ്കര ബ്രൈറ്റ് ആയിട്ട് തോന്നും. അത്ര ബ്രൈറ്റ് ആയിട്ടുള്ളൊരു കളറില്ല. കാരണം ഇൻഡിഗോളിൻ്റെ ഷെയ്ഡിലേക്ക് ഒരു വൈറ്റിൻ്റെ ടോൺ കയറി വരുന്നുണ്ട്, ആ ഡോട്ടൊക്കെ പോലെ. അതുകൊണ്ട് അത് അത്ര പ്ലസൻ്റ് ആയിട്ട് നിൽക്കുന്ന കളറില്ല. പക്ഷേ ഭയങ്കര കംഫർട്ട്, നല്ല ഇടാൻ നല്ല സുഖമുള്ള ഐറ്റമാണ്. മീഡിയം ടു XXL 40 to 43 റേഞ്ചാണ് ലെങ്ത്ത് വരുന്നത്. ഷോർട്ട് സ്ലീവ് അറ്റാച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട്. പ്രൈസ് വരുന്നത് 925 ആണ്. അടുത്തത് വരുന്നത് ഇത് നമ്മുടെ അൻവിത, അനായ അങ്ങനെ ഒന്നും ലാബിലില്ലാതെ വരുന്ന പാറ്റേൺ ആണ് കേട്ടോ. പുറത്തുനിന്ന് കൊണ്ടുവരുന്നത് തന്നെയാണ്. ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റ് ചെയ്ത് വരുന്നതാണ്. ഒറിജിനൽ കോട്ടൺ ആണ്. അപ്പോൾ ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റൊക്കെ ചെയ്തതാണെങ്കിൽ ആദ്യമേ പറയുകയാണ്, ഫസ്റ്റ് വാഷ് നിങ്ങളൊന്ന് കളർ ഗാർഡ് യൂസ് ചെയ്തോ അല്ലെങ്കിൽ സെപ്പറേറ്റ് വാഷ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഡ്രൈ ക്ലീനിങ്ങിന് കൊടുക്കുക ചെയ്യുക കേട്ടോ. നല്ല പ്യുവറായിട്ടുള്ള ഹാൻഡ് ബ്ലോക്കിൽ നാച്ചുറൽ ഡൈ ചെയ്ത് വരുന്ന ആയിട്ടാണ്. നിങ്ങൾക്ക് അതിൻ്റെ പിടിക്കുമ്പോൾ അതിൻ്റെ ഫീല് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളങ്ങനെ സ്ഥിരം യൂസ് ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഐറ്റമാണ്. നമുക്കിതുപോലെ ഒരു കോളർ നെക്ക് വരുന്ന പാറ്റേൺ എന്നിട്ട് ഇങ്ങനെ ഫുൾ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് നമുക്ക് ഓപ്പൺ അല്ല. ഫ്രണ്ടിൽ ഒരു ഭാഗം മാത്രം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. എ ലൈൻ കോൺസെപ്റ്റിലാണ് വരുന്നത്. ഇതിൻ്റെ സ്ലീവിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് എൽബോ സ്ലീവിലേക്കാണ് വരുന്നത് കേട്ടോ. ഒരു 11-11.5 റേഞ്ചിലേക്ക് വരും. ഇവിടെ ഇങ്ങനെ ഒരു ഭാഗം മടക്കി ഫ്ലാപ്പ് ചെയ്ത പോലെ എന്നിട്ടൊരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് കോൺസെപ്റ്റ്. ഇവിടെ ഒരു നമ്മുടെ ഇതിനൊരു ട്രഡീഷണൽ ഒരു ആനയോ മീനോ അങ്ങനെ എന്തൊക്കെയോ കുറേ പ്രിൻറ്റുകളായിട്ടുള്ള ഐറ്റമാണ് വരുന്നത്. ഇതിൻ്റെ പുറകിലേക്ക് ഇതുപോലെ ലൈൻസ് പോണ സ്ട്രൈപ്സ് വരുന്ന പാറ്റേൺ ആണ് കേട്ടോ. ഇവിടെ വരെ ഒരു കട്ടിങ് കൊടുത്ത് ചെറിയൊരു ബോക്സ് പ്ലീറ്റ് പോലെ കൊടുത്ത് ശരിക്കും ഒരു ഷർട്ട് കോൺസെപ്റ്റിൽ വരുന്നതാണ്. ഇങ്ങനെയാണ് വരുന്നത്. പുറകിലേക്ക് ലൈനാണ്. ഈ ലൈനാണ് ഇവിടെ ഇങ്ങനെ മടക്ക് പോലെ കൊടുത്തിട്ടുള്ളത്. നല്ല അടിപൊളി പ്രൊഡക്റ്റാണ്. ഇടാൻ ഭയങ്കര കംഫർട്ടായിട്ടുള്ള ഐറ്റമാണ്. നിങ്ങൾക്കിത് ഡ്രസ്സായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പാൻറ്റ് യൂസ് ചെയ്ത് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. 46 to 46.5 ആ ഒരു റേഞ്ചാണ് ലെങ്ത്ത് വരുന്നത്. ഞാൻ വെയർ ചെയ്തിട്ടുള്ളത് ലാർജ് സൈസാണ് കേട്ടോ. അപ്പോൾ അതാത് സൈസ് എടുത്താലും തെറ്റില്ല. കാരണം ഷർട്ട് ആയതുകൊണ്ട് കുറച്ച് ലൂസ് ഫിറ്റിൽ വരുന്നതുകൊണ്ട് മെഷർമെൻറ്റ് 40 റേഞ്ച് തന്നെയാണ് വരുന്നത്. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു ഇതിന് ഒറിജിനൽ കോട്ടൺ ആയതുകൊണ്ടും നമുക്ക് ഡ്രൈ ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ എന്നൊരു വിശ്വാസക്കുറവിൽ ചിലർ പറയും ആഫ്റ്റർ വാഷ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ചുരുങ്ങുമെന്ന് പേടിയുണ്ടാവുമെന്ന്. അങ്ങനെയുള്ളവരൊക്കെ ഒരു സൈസ് ഇപ്പോൾ അതായത് മീഡിയം എടുക്കണ ഒരു ലാർജ് എടുത്താലും തെറ്റില്ല. ഇപ്പം ഞാൻ മീഡിയം യൂസ് ചെയ്യുന്ന ഒരു പൊടിക്കാണ് എനിക്ക് ആ ഒരു വ്യത്യാസം വരുന്നുള്ളൂ. പിന്നെ എ ലൈൻ കോൺസെപ്റ്റ് ആയതുകൊണ്ട് അങ്ങനെ ഫീലൊന്നും ചെയ്യില്ല. എന്നാൽ ബോഡി ഷേപ്പിൽ ഇടാനാണ് ഇഷ്ടം എന്നുള്ളവരാണെങ്കിൽ അതാത് സൈസ് തന്നെ എടുത്താൽ മതി കേട്ടോ. ഞാൻ അങ്ങനെ പറഞ്ഞേ ഉള്ളൂ. ഇത് മീഡിയത്തിലല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. ലാർജ് XL, XXL, 3XL അങ്ങനെയാണ് സൈസ് സ്റ്റാർട്ട് വരുന്നത്. പ്രൈസ് വരുന്നത് 875 ആണ് കേട്ടോ. ഇതിൻ്റെ ബ്ലാക്ക് കളറുണ്ട്, അതും കൂടി കാണാം. അടുത്തത് വരുന്നത് അതിൻ്റെ സെയിം ബ്ലാക്കാണ് കേട്ടോ. അപ്പോൾ ഏത് കളറാണ് ഇഷ്ടപ്പെട്ടതെന്നുണ്ടെങ്കിൽ അത് നോക്കി എടുത്തോളാം. ബ്ലാക്ക് നല്ല ഡാർക്ക് ബ്ലാക്ക് തന്നെയാണ്. മറ്റേത് ബ്രിക്ക് റെഡാണ്. പക്ഷേ ഭയങ്കര ഡള്ളായിട്ടുള്ള ബ്രിക്ക് റെഡ് അല്ല, ഇച്ചിരി ബ്രൈറ്റ് ആയിട്ടുള്ള ബ്രിക്ക് റെഡാണ് നേരത്തെ കാണിച്ചേട്ടോ. പാറ്റേൺ എല്ലാം സെയിമാണ്. വൺ സൈഡ് പോക്കറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. 46.5 റേഞ്ചിലേക്ക് ലെങ്ത്ത് കിട്ടും. ഡ്രസ്സായിട്ടോ നമുക്ക് കുർത്തി പോലെ എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. ഇതും പുറകിലേക്ക് ഇതെങ്ങനെ സ്ട്രൈപ്സ് വരുന്ന പാറ്റേൺ ആണ് ഷർട്ടിൻ്റെ. നല്ല രസമുള്ള ഇതുണ്ടോ. ഇവിടെ ഇങ്ങനെ ഒരു കട്ടിങ് കൊടുത്തിട്ട് ഇങ്ങനെ വരുന്ന പാറ്റേൺ ആണ്. അപ്പം ഇങ്ങനെയാണ് വരുന്നത്.
എൽ, XL, XXL, 3XL സൈസസിലാണ് വരുന്നത്. പ്രൈസ് 875 ആണ്. ഞാൻ വെയർ ചെയ്തിട്ടുള്ളത് ലാർജ് സൈസാണ്. ഒരു സൈസ് മുന്നോട്ട് എടുത്തെന്ന് വെച്ചാൽ യാതൊരു പ്രശ്നവുമില്ല. ഇൻ കേസ് എപ്പോഴും നിങ്ങൾ ഒരു സൈസ് മുന്നോട്ട് എടുക്കാൻ തന്നെയാണ് ശ്രമിക്കേണ്ടത്. ആഫ്റ്റർ വാഷ് എങ്ങനെയാവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ എപ്പോഴും ഒരു സൈസ് മുന്നോട്ട് എടുത്തെന്ന് വെച്ചാൽ വേണമെങ്കിൽ ഒന്ന് ഷേപ്പ് ചെയ്യാമല്ലോ. ഇൻ കേസ് എപ്പോഴെങ്കിലും നമ്മൾ വണ്ണം വയ്ക്കുകയാണെങ്കിൽ അതൊന്ന് അഴിച്ചിട്ടെങ്കിലൊക്കെ ചെയ്യാമല്ലോ. പിന്നെ ടൈറ്റായി നമുക്ക് എല്ലാം അത് നമ്മൾ എക്സാക്റ്റ് മെഷർമെൻറ്റ് എടുത്താലും ചില മെറ്റീരിയലുകൾ കൊണ്ട് ചിലതിനൊരു പിടുത്തം വരാൻ, ചിലത് ഇത്തിരി ലൂസായിട്ട് കിടക്കാം. ലൂസായി എന്നും പറഞ്ഞിട്ട് നമ്മളോട് പറയാറുണ്ട്, അയ്യോ ഞാൻ നോർമലി അങ്ങനെ എടുക്കാറ്, പക്ഷേ ഇതിപ്പോൾ ഇത്തിരി ലൂസാണ്, ഞാൻ ഷേപ്പ് ചെയ്യേണ്ടി വന്നു. അങ്ങനെയാണെങ്കിലും പ്രശ്നമില്ലല്ലോ. അത് എപ്പോഴും നമ്മൾ ഒരു സൈസ് മുന്നോട്ട് എടുക്കാനേ പറയുള്ളൂ. യാതൊരു കാരണവശാലും ചെറിയ സൈസ് നിങ്ങൾ എടുക്കരുത് കേട്ടോ. സൈസിൻ്റെ കേസിൽ യാതൊരു കാരണവശാലും റിട്ടേൺ ഇല്ല. ഇത് കണ്ടോ, ഇതിൻ്റെ മെറ്റീരിയൽ നിങ്ങൾക്ക് പിടിക്കുമ്പോൾ അറിയാം ഇത് നമ്മുടെ നാട്ടിലെ പ്രൊഡക്ഷൻ അല്ല. അത്രയും ഒരു കോട്ടൺ എന്ന് പറയുന്നത് ഭയങ്കര പ്യുവറായിട്ടുള്ള ഒരു കോട്ടൺ ആണ് വരുന്നത്. ഇങ്ങനെ ചെക്ക് പാറ്റേൺ ഇങ്ങനെ ലൈൻ വന്നിട്ട് ഇവിടെ ഒരു ബോക്സ് പ്ലീറ്റ് ചെറുതായിട്ട് കൊടുത്തിട്ട് പിന്നെ സ്ട്രൈപ്സ് ഇങ്ങനെ വരുന്ന പാറ്റേണാണ്. പുറകിലത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ, ഈ ഒരു ലൈൻസ് പോണ പാറ്റേൺ. അതുപോലെ ഇതും അതെ, ഒരു പ്രിൻ്റ് എന്ന് പറയുന്നത് ഒരു പ്രാചീന കലകളുടെയൊക്കെ എന്തൊക്കെയോ സംഭവം പോലെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഷർട്ട് കോളർ, ഇത്രയേ ഉള്ളൂ. സ്റ്റൈലിഷ് ആയിട്ടുള്ള പാറ്റേൺ ആണ്. ലാർജ് ടു 3XL 875. അടുത്തത് വരുന്നത് ഒരു കഫ്താനാണ് കേട്ടോ. ഇത് നമ്മുടെ നാട്ടിൽ പ്രൊഡക്ഷൻ അല്ല. ജോർജറ്റ് എന്ന് പറയുമ്പോൾ ഒരു പ്രീമിയം ജോർജറ്റാണ് കേട്ടോ. പിടിക്കുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള, അതിൽ കുറച്ച് റഫ് പോലെ തോന്നുന്നുണ്ട്. നമ്മളൊരു പ്രീമിയം നമ്മൾ എന്താ പറയുക, ബുട്ടിക് സ്റ്റൈൽ കളക്ഷൻസൊക്കെ ഹാൻഡ് വർക്കൊക്കെ ചെയ്തെടുക്കുന്ന പോലത്തെ ഒരു ജോർജറ്റ് മെറ്റീരിയലാണ് വരുന്നത്. ഡിജിറ്റൽ പ്രിൻ്റോട് കൂടി വരുന്ന ജോർജറ്റ് മെറ്റീരിയലാണ്. ഇവിടെ ഇങ്ങനെ ഒരു വള്ളി കൊടുത്തിട്ടുണ്ട്, നമുക്കിങ്ങനെ കെട്ടാൻ പാകത്തിന്. പിന്നെ ഞാൻ വേറെ ചെയ്തിട്ടുള്ളത് ലാർജ് സൈസാണ് കേട്ടോ. ലാർജ് XL, XXL അങ്ങനെ 3 സൈസ് ചാർട്ട് വരുന്ന കാറ്റഗറീസാണ് വരുന്നത്. ലിമിറ്റഡ് സ്റ്റോക്ക് തന്നെയുള്ളൂ ഇത്. അപ്പോൾ ഒരു കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, എന്നൊന്ന് എടുത്തേക്കാം എന്ന് വിചാരിച്ചു. ഈ കഫ്താൻ ഉള്ളിൽ ഇന്നർ കൊടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും, ഇന്നർ ഉണ്ട് അതിനകത്ത്. പിന്നെ ഇവിടം വരെ ഇത്തിരി ലൂസിൽ ഇവിടെ ഒരു കട്ടിങ് കൊടുത്തിട്ട് താഴത്തേക്ക് ഇതേ സ്റ്റിച്ചിങ്ങോട് കൂടി വന്നിട്ട് പിന്നെ ഇങ്ങനെ ഒരു കട്ടിങ്ങാണ്. ഉള്ളിൽ ഇന്നർ വരുന്നുണ്ട് കേട്ടോ. ജോർജറ്റ് ആയതുകൊണ്ട് അറിയാലോ, ഇങ്ങനെയാണ് വരുന്നത്. ഒരു 50 റേഞ്ചോളം ലെങ്ത്ത് വരുന്നുണ്ട്. അതായത് ഇങ്ങനെ കിടക്കുമ്പോൾ 49-50 റേഞ്ചിലേക്ക് ലെങ്ത്ത് വരുന്നുണ്ട്. അടിപൊളി മെറ്റീരിയലാണ്, നല്ല കാണാൻ ഭംഗി, നല്ല രസമുള്ളൊരു പാറ്റേണാണ്. മുമ്പ് നമ്മൾ കഫ്താൻ ഇതിന് മുമ്പ് കോട്ടണിൽ കൊണ്ടുവന്നപ്പോൾ ഇതുപോലെ വേറെ ജോർജറ്റിലൊക്കെ കൊണ്ടുവരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ കുറച്ച് പീസ് എടുത്തിട്ട് പോകുന്നതാണ്. ഈ സമയത്ത് കഫ്താൻ ഇടാൻ നല്ല കംഫർട്ടാണ് കേട്ടോ. നമുക്ക് നല്ല രസമായിട്ടുള്ളൊരു പാറ്റേണാണ്. നല്ല പ്രീമിയം മെറ്റീരിയലിലും ആണ് വരുന്നത്. ഇങ്ങനെ വരും. ഈ ഒരു കളർ ഷെയ്ഡ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ലാർജ് XL, XXL. ഇവിടെ സ്റ്റിച്ചിങ് വരുന്നുണ്ട്, അതുകൊണ്ടാണ് ആ സൈസ് അങ്ങനെ തന്നെ പറയുന്നത് കേട്ടോ. ലാർജ് XL, XXL. ഞാൻ അതിൻ്റെ ഒരു ക്ലോസർ വ്യൂ കാണിക്കാം. മെറ്റീരിയൽ വന്നിട്ട് ഇതെങ്ങനെ നല്ല പ്രീമിയം കോൺസെപ്റ്റിൽ ഡിജിറ്റൽ പ്രിൻ്റ് പോലെ അതിനകത്ത് തന്നെ വരുന്ന ഒരു പാറ്റേൺ ആണ്. ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കെട്ടി നമ്മളൊരു ഷേപ്പാക്കി ഇടുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത് XL സൈസാണ് വരുന്നത്. ഇത് കണ്ടോ, ഇങ്ങനെ വരും. ഇവിടെ ലൈനിങ് ഇല്ലാതെയും ഉള്ളിൽ ഇന്നർ കൊടുത്തിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് സ്ലീവ് ഇത്തിരി ഇവിടത്തേക്ക് ഇത്തിരി ഇറങ്ങി, അല്ല സ്ലീവ് അല്ല, ലൈനിങ് ഇവിടേക്ക് ഇത്തിരി കയറി നിൽക്കുന്നതുകൊണ്ട് നമുക്ക് കംഫർട്ടായിട്ട് തന്നെ ഇടാം. കണ്ടോ, ഉള്ളിൽ ഇന്നർ കൊടുത്തേക്കുന്നത് ഇതെങ്ങനെ നല്ല മെറ്റീരിയലിലാണ്. ലൈനിങ് കൊടുത്തിട്ടുണ്ട്, ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല കാലൊക്കെ നല്ലോണം അകത്താനോ കാര്യങ്ങൾക്കൊക്കെ ഒന്നും ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് നല്ല രസമായിട്ട് വരുന്ന ഒരു പാറ്റേൺ ആണ് കേട്ടോ. ലാർജ് XL, XXL. പ്രൈസ് 925. അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളത് 2 പീസ് സെറ്റാണ് കേട്ടോ. അൻവിതയിൽ വരുന്ന 2 പീസ് സെറ്റാണ്. നല്ല കട്ടിയുള്ള ടൈപ്പ് കോട്ടൺ മെറ്റീരിയലാണ് വരുന്നത്. ഇതുപോലെ പാനൽ അടിച്ചിട്ട് പാനലിന് ചുറ്റും ഇതുപോലൊരു ഹാൻഡ് പെയിൻറ്റിൻ്റെ ഹൈലൈഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വരുന്നതും ഒരു പെയിൻറ്റിൻ്റെ ഡിസൈൻ വർക്കാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. സ്ലീവിൻ്റെ എഡ്ജിലും ഇങ്ങനെ തന്നെയാണ് വരുന്നത്. നല്ല ഭംഗിയുള്ളൊരു കളറാണ്. ഭയങ്കര ഡാർക്കായിട്ടുള്ളൊരു ബ്ലൂ അല്ല, എന്നാൽ ഭയങ്കര ഉദിച്ചൊരു ബ്ലൂ അല്ല. അതിൻ്റെ ഇടയിൽ വരുന്ന ഒരു ബ്ലൂ ആണ്. ഇതുപോലെ സെൽഫായിട്ടുള്ള ത്രെഡിങ് ഇങ്ങനെ സ്ട്രൈപ്സ് പോലെ പോകുന്നുണ്ട്. അങ്ങനെയാണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ. നല്ല രസമുള്ള പാറ്റേൺ ആണ്. 46 to 46.5 റേഞ്ചിലേക്കാണ് ലെങ്ത്ത് വരുന്നത്. എയർലൈൻ കോൺസെപ്റ്റ് വന്നിട്ട് സൈഡ് സ്ലിറ്റ് വരുന്ന പാറ്റേൺ ആണ്. 1 സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പലാസോ ആണ് പാൻറ്റ് വരുന്നത്. നോർമൽ നമ്മൾ അൻവിതയിൽ കാണുന്ന പോലെ തന്നെ പലാസ. 1 സൈഡ് ബാൻഡ്, പുറകിലേക്ക് ഇലാസ്റ്റിക്, സൈഡിൽ ബട്ടൺ, സിബൊക്കെ കൊടുത്തിട്ടുള്ള പാറ്റേൺ. നല്ല കട്ടിയുള്ള ടൈപ്പ് ക്ലോത്ത്, സെയിം മെറ്റീരിയൽ തന്നെയാണ്. പലാസോ ആണ് പാൻറ്റ് വരുന്നത്.
37-38 റേഞ്ചിലേക്കാണ് പാൻറ്റിന് ലെങ്ത്ത് വരുന്നത്. ടോപ്പ് 46-46 റേഞ്ചിലേക്കാണ് വരുന്നത്. മീഡിയം മുതൽ XXL സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ള. പ്രൈസ് വരുന്നത് 1590 ആണ് കേട്ടോ. ചിലർ ചോദിക്കാറുണ്ട് നമുക്ക് ഇഷ്ടപ്പെടുന്നതിന് 3XL ഇല്ലല്ലോ എന്ന്. നമുക്ക് കിട്ടാത്തതുകൊണ്ടാണ്, അല്ലാണ്ട് നമുക്ക് അതിലൊരു 3XL മാത്രം ഒഴിവാക്കലില്ല. ഇപ്പോൾ സ്മോൾ സൈസ് ഒട്ടുമിക്കത്തിലും നമുക്ക് കിട്ടാറില്ല, മീഡിയം മുതലാണ് കിട്ടുന്നത്. എങ്ങനെയാണോ നമുക്ക് കിട്ടുന്നത് അങ്ങനെ കൊണ്ടുവരാം, അല്ല ഇന്ന സൈസ് ഒഴിവാക്കലൊന്നും ഇല്ല കേട്ടോ. 3XL കുറേ പേര് പരാതി പറയാറുണ്ട്, നമുക്ക് ഇഷ്ടമില്ലാത്തതിനൊക്കെ നിങ്ങൾക്ക് 3XL ഉണ്ടാവും, മറ്റേ ഇഷ്ടമുള്ളതിന് ഉണ്ടാവില്ല. എന്ത് ചെയ്യാനാണ്, കിട്ടുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് അതുപോലെ നമുക്ക് എടുത്തിട്ട് വരാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ മീഡിയം ടു XXL 1590. അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളത് 2 പീസ് സെറ്റ് തന്നെ. നമ്മൾ ഈ ഒരു ടൈപ്പ് പാറ്റേൺ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു സ്ലീവ്ലെസ്സിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് 3/4 സ്ലീവിൽ വരുന്ന പാറ്റേൺ ആണ്. അതിൽ ടോപ്പിനടക്കം ടോപ്പും ബോട്ടും ഒരേ മെറ്റീരിയലായിരുന്നു. പക്ഷെ ഇതിന് ടോപ്പ് അതായത് ഗോൾഡൻ ലൈൻസ് പോയിട്ടില്ല, പക്ഷെ പാൻറ്റിന് ഗോൾഡൻ ലൈൻസ് പോയിട്ടില്ല. ഞാൻ ക്ലോസർ വ്യൂ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ ഇവിടെ ഇത്തിരി റിച്ച് ആയിട്ട് ഇതുപോലെ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു എന്താ പറയുക, ആപ്ലിക് വർക്ക് പോലത്തെ പാറ്റേൺ. ആപ്ലിക് വർക്ക് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഓൾമോസ്റ്റ് അതുപോലെ ഇരിക്കുന്ന വർക്കാണ് വരുന്നത് കേട്ടോ. ഒരു വീനെക്ക് പോലത്തെ പാറ്റേൺ. സ്ലീവിൻ്റെ ഇവിടെ ഒരു സെപ്പറേറ്റ് പടി പോലെ കൊടുത്തിട്ടുണ്ട്. താഴത്തേക്കും ഒരു പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു കട്ടിങ് വരുന്നുണ്ട്. ഇവിടെ പിന്നെ ഇവിടെ അങ്ങനെ 3 സ്ഥലത്താണ് ആ ഒരു എംബ്രോയ്ഡറി വർക്ക് വരുന്നത്. നല്ല ഹെവി ആയിട്ടാണ്, നല്ല അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ. ലെങ്ത്ത് വരുന്നത് 47-47.5 റേഞ്ചിലേക്ക് ലെങ്ത്ത് വരുന്നുണ്ട്. മീഡിയം, ലാർജ്, XL, XXL സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ വർക്ക് ഞാൻ ഇത്തിരി കൂടി ക്ലോസർ കാണിക്കാം. നല്ല തിക്കായിട്ടുള്ളൊരു വർക്കാണ്. വേണ്ട, ഇങ്ങനെയാണ് വർക്ക് വരുന്നത്. അതിങ്ങനെ ഇവിടെ അതുപോലെ താഴത്തേക്കും ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ്, സ്ലിറ്റഡ് ആണ് വരുന്നത്. പുറകിലേക്ക് ടക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബോട്ടം വന്നിട്ട് നോർമൽ അൻവിതയുടെ ബോട്ടം വരുന്ന പോലെ തന്നെ ഇതണ്ട 1 സൈഡ് ബാൻഡ്. ഈ മെറ്റീരിയൽ നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഓർമ്മയുണ്ടാവും. ഗോൾഡനും സിൽവറും ലൈൻസ് ഇങ്ങനെ പോയിട്ടുള്ള പാറ്റേൺ ആണ്. എന്നിട്ട് ഇവിടം വരെ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. ഇവിടം വരെ നമുക്ക് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബോട്ടത്തിന് നല്ല കട്ടിയുള്ളതാണ്, എന്നാലും ലൈനിങ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് കേട്ടോ. അത് ഇച്ചിരി പ്രീമിയം ആണ് ഐറ്റം. പലാസോ തന്നെ 37-38 റേഞ്ചിലേക്കാണ് ബോട്ടപ്പ് എല്ലാ ലെങ്ത്തും വരുന്നത്. ഇതിന് ടോപ്പിന് ഇത്തിരി ലെങ്ത്ത് ഉണ്ട്, അത്യാവശ്യം 47-47.5 റേഞ്ചിലേക്കുണ്ട്. മീഡിയം ടു XXL. പ്രൈസ് 1590. അടുത്ത പാറ്റേൺ വന്നിട്ടുള്ളത് അൻവിതയുടെ ലേബലില്ലാത്ത പ്രീമിയം ഐറ്റമാണ്. ഇതുപോലെ തന്നെ പുറത്തുനിന്ന് വരുന്ന നല്ല പ്രീമിയം അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ. ഹക്കോബയിലാണ് വരുന്നത്. സാധാരണ നമ്മുടെ നാട്ടിൽ ഫുട്ബോൾ ഹക്കോബയാണ് കൂടുതലുണ്ടാവാറ്. ഇത് നല്ല നമുക്ക് സോഫ്റ്റായിട്ട് പിടിക്കാൻ പറ്റുന്ന നല്ല പ്രീമിയം കോൺസെപ്റ്റിൽ വരുന്ന ഹക്കോബയാണ്. ഇവിടെ ഇങ്ങനെ ഒരു ലേസിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തൊരു വി കട്ട് പോലെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു ക്രോഷ്യ ലേസ് പോലെ കൊടുത്തിട്ടുണ്ട്. 3 ലെയർ പോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇത് മസ്റ്റാർഡ് യെല്ലോണ് ആദ്യത്തെ കളർ വരുന്നത്. സ്ലീവിൻ്റെ എഡ്ജിലേക്കും ഇതുപോലെ ലേസിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് പോർഷനിലാണ് ഇതുപോലെ ഹക്കോബ പാറ്റേൺ ലൈനിങ്ങോട് കൂടി വരുന്നത്. പുറകിലേക്ക് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് കേട്ടോ. ബോട്ടം വന്നിട്ടുള്ളത് ഫുൾ ലൈനിങ്ങോട് കൂടിയാണ് കേട്ടോ ബോട്ടം വരുന്നത്. താഴെ ലേസ് വർക്കിൻ്റെ ഒരു പടി പോലെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ക്ലോസർ വ്യൂ കാണിക്കാം. മസ്റ്റാർഡ് യെല്ലോ ഓൾമോസ്റ്റ് എല്ലാ ഏജുകാർക്കെന്നായിക്കോട്ടെ, ഏത് കളറുകാർക്കെന്നായിക്കോട്ടെ, എല്ലാവർക്കും സ്യൂട്ട് ആവുന്ന ഒരു കളറാണ് മസ്റ്റാർഡ് യെല്ലോ. നല്ല ഭംഗിയുള്ള ഒരു കളറാണ് കേട്ടോ. ഭയങ്കര ബ്രൈറ്റും അല്ല, എന്നാൽ ഡള്ളും അല്ല, അങ്ങനത്തെ ഒരു പാറ്റേൺ ആണ്. ഇപ്പോൾ ബോട്ടം വന്നിട്ട് ഇതെങ്ങനെ ഫുൾ ഇലാസ്റ്റിക്കാണ് കൊടുത്തിട്ടുള്ളത്. ബോട്ടത്തിന് 1 സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫുൾ ലൈനിങ്ങോട് കൂടിയാണ് ബോട്ടം പോയിട്ടുള്ളത് കേട്ടോ. നല്ല തിക്കായിട്ട് ലൈനിങ് സെപ്പറേറ്റ് ഇതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴ്ഭാഗത്തേക്ക് വരുമ്പോൾ ഇതുപോലെ പടി പോലെ കൊടുത്തേക്കുന്നത് കണ്ടോ. ഇങ്ങനൊരു പടി പോലെ ഹക്കോബയുടെ ഒരു പാച്ച് വർക്ക് വെച്ച് ചെയ്തേക്കണം. ഏറ്റവും വരെ നമുക്കിതുപോലെ ലൈനിങ്ങോട് കൂടി സെപ്പറേറ്റ് ചെയ്യണ്ട, ലൈനിങ് വെച്ച് ചെയ്തിട്ടുണ്ട്. നല്ല രീതിക്ക് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊരു കുർത്തി പാൻറ്റാണ്, പലാസോ മോഡലല്ല. കുർത്തിയുടെ ഒരു നമുക്ക് പെൻസിൽ ബോട്ടം അല്ലെങ്കിൽ ഒരു കുർത്തി പാൻറ്റ് എന്ന് പറയില്ല, നല്ല കംഫർട്ടായിട്ട് തന്നെ വെയർ ചെയ്യാൻ പറ്റുന്ന പാൻറ്റാണ്. ബോട്ടത്തിന് ലെങ്ത്ത് വരുന്നത് ഒരു 39-39.5 റേഞ്ചിലേക്ക് ലെങ്ത്ത് വരുന്നത്. ഉള്ളിൽ ലൈനിങ് കൊടുത്തുകൊണ്ട് തന്നെ ഭയങ്കര തിക്കായിട്ടായിരിക്കും കേട്ടോ. നല്ല കംഫർട്ടായിട്ട് വെയർ ചെയ്യാം. ടോപ്പ് വന്നിട്ട് ഇതേ ഇങ്ങനെ ഇതാണ് ലേസിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്ത് നല്ല റിച്ചായിട്ട് ചെയ്തിട്ടുള്ള ഐറ്റം. നല്ല ഭംഗിയാണ്, നല്ല ഇടാൻ നല്ല സുഖമുള്ള ഒരു പാറ്റേൺ ആണ്. മീഡിയം മുതൽ 3XL സൈസ് വരെ വരുന്നുണ്ട്. ലെങ്ത് ആണെങ്കിൽ 46.5 റേഞ്ചിലേക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ആദ്യത്തെ കളർ ഇതാണ്, രണ്ടാമത്തെ കളറാണ്. അടുത്ത് വരുന്നത് ഇങ്ങനെ ഒരു കളറാണ് കേട്ടോ. നല്ല റസ്റ്റ് ഓറഞ്ച് പോലത്തെ ഒരു കളറാണ്.
ഒട്ടും ഡള്ളായിട്ടുള്ള കളറല്ല, എന്നാൽ ഒട്ടും ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ളൊരു കളറല്ല, നല്ല കളറാണ് കേട്ടോ. അപ്പോൾ രണ്ട് കളറും നല്ലതാണ്. മസ്റ്റാർഡ് യെല്ലോ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കളറാണ്. റസ്റ്റ് ഓറഞ്ച് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ട്രെൻഡി കളറാണ്. അപ്പോൾ ഏത് കളർ വേണമെന്ന് തീരുമാനിക്കുക, പെട്ടെന്ന് ഓർഡർ എടുക്കുക. ലിമിറ്റഡ് സ്റ്റോക്കാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു ലേസ് വർക്കിൻ്റെ ഡീറ്റെയിലിങ്, നല്ല പ്രീമിയം കോട്ടൺ മെറ്റീരിയലിലാണ് വരുന്നത്. മീഡിയം മുതൽ 3XL സൈസ് വരെ അവൈലബിൾ ആണ്. ബോട്ടം വിത്ത് ലൈനിങ്ങോട് കൂടി തയ്ച്ച ബോട്ടമാണ് വരുന്നത്. ബോട്ടത്തിനാണെങ്കിലും ടോപ്പിനാണെങ്കിലും നല്ല ലെങ്ത്തും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സ്ലീവും കണ്ടോ, അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്. ഒരു 18 റേഞ്ചിലേക്ക് ലെങ്ത്ത് വരുന്നുണ്ട്. നല്ല കംഫർട്ടായിട്ടുള്ള ഐറ്റാണ് വരുന്നത്. പുറകിലേക്ക് ഹക്കോബെല്ല പ്ലെയിൻ പാറ്റേൺ ആണ് വരുന്നത്. ഇങ്ങനെയാണ് കേട്ടോ, നല്ല ഭംഗി, അടിപൊളി കളേഴ്സും. അപ്പോൾ മീഡിയം ടു 3XL, പ്രൈസ് 1390 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. ഇത് നമുക്ക് വേണമെങ്കിൽ ഇത്ര പ്രീമിയം ആണെങ്കിലും ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ സാധാരണ ഇടുന്ന ഒരു 1590 ഇടാം. പക്ഷെ നമുക്ക് ഇതിന്മേൽ മാർജിൻ നോർമൽ ഇടുന്ന അതേ കാറ്റഗറിയിൽ ഇടുമ്പോൾ ആ റേഞ്ചാണ് വരുന്നത്. നമ്മൾ ഒരു എണ്ണത്തിനും ഇന്ന സാധനം നോക്കിയിട്ട് അങ്ങനെ പ്രൈസ് ഇടില്ല. എത്രയാണോ നമുക്ക് കിട്ടുന്നത് അതിനനുസരിച്ച് ഒരു ചെറിയ മാർജിൻ, അത്ര മാത്രമേ ഉള്ളൂ. ഇത് നല്ല റേഞ്ചിലേക്ക് ഇടാൻ പറ്റിയ സാധനം തന്നെ, അത്ര പ്രീമിയം സാധനമാണ്. എന്നാലും നമ്മൾ കോമൺ ആയിട്ട് ഒരുപോലെ തന്നെ ഇടുന്നത്, അല്ലാണ്ട് ഞാൻ ഒന്നിനും ഒരുപാട് പൈസ കൂട്ടിയിടാറില്ല, എന്നാൽ നമുക്ക് പറ്റാത്ത രീതിയിൽ താഴ്ത്താറുമില്ല. നോർമൽ എങ്ങനെയാണോ പോകുന്നത് ആ റേഞ്ചിലാണ് പോകുന്നത്. അപ്പം മിസ് ചെയ്യേണ്ട. അടുത്ത പാറ്റേൺ വന്നിട്ടുള്ളത് ഇക്കത്ത് പ്രിൻറ്റിലാണ് കേട്ടോ. ഇക്കത്ത് പ്രിൻറ്റിൽ ഒരു ഇതുപോലെ പ്രിൻസസ് കട്ട് അടിച്ച് വരുന്ന പാറ്റേൺ ആണ്. എന്നിട്ട് ഒരു ഫ്രണ്ടിൽ ബട്ടൺ കൊടുത്ത് ഒരു ഓപ്പണിങ് കൊടുത്തിട്ടുള്ള പാറ്റേൺ ആണ് കേട്ടോ. സൈഡ് സ്ലിറ്റ് വരുന്നില്ല. ബോട്ടം വരുന്നത് പലാസോ ആണ് വരുന്നത്. ഇതിന് ലെങ്ത്ത് വരുന്നത് 44.5 റേഞ്ചിലേക്കാണ്. ടോപ്പിന് ലെങ്ത്ത് വരുന്നത്, സ്ലീവ് ആണെങ്കിൽ 15.5 റേഞ്ചിലേക്കാണ് ലെങ്ത്ത് വരുന്നത്. ഇങ്ങനെ ഒരു പടി പോലെ കൊടുത്തിട്ടുള്ള പാറ്റേൺ വിതൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത്. ഈ സമയത്ത് ഇത് ഭയങ്കര സുഖമാണ് ഇടാൻ. ഇതിൻ്റെ ഏറ്റവും രസം ഈ ഷാളാണ് കേട്ടോ. നല്ലൊരു മൽമൽ എന്ന് പറയുന്ന പോലെ അത്രയും രസമായിട്ടുള്ളൊരു ഹാൻഡ്ലൂമിൽ ചെയ്തെടുത്തിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഷാള് വരുന്നത്. ഭയങ്കര രസമായിട്ട് വരുന്ന ഒരു പാറ്റേൺ ആണ്. ആദ്യത്തെ കളറ് വരുന്നത് ഇങ്ങനെ ഒരു ഇതൊരു ലാവൻഡറും അല്ല ബ്ലൂ അല്ല, ബ്ലൂയിഷ് ആഷ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു കളർ പാറ്റേണിലാണ് വരുന്നത് കേട്ടോ. ഇങ്ങനെ പ്രിൻസസ് കട്ട് അടിച്ച് നല്ല ബോഡി ഷേപ്പിലേക്ക് വരുന്ന ഒരു പാറ്റേൺ ആണ്. ഇപ്പം ഞാൻ വേറെ ചെയ്തിട്ടുള്ളത് ലാർജ് സൈസാണ്. ഞാനത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് മീഡിയം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ലാർജ് ആണെങ്കിൽ നമുക്കൊട്ടും എന്താ പറയുക, അങ്ങനെ ഭയങ്കര ലൂസായിട്ട് കിടക്കുന്നില്ല. പിന്നെ വൺ സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ, അത് പറയാൻ മറന്നുപോയി. വൺ സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടുള്ള പാറ്റേൺ ആണ് വരുന്നത്. 44.5 റേഞ്ചിലേക്കാണ് ലെങ്ത്തും വരുന്നത്. അപ്പോൾ ഒരു സൈസ് നിങ്ങൾ മുന്നോട്ട് എടുത്താലും തെറ്റില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നതുകൊണ്ട് നമ്മൾ ടൈറ്റായിട്ട് ഇടണ്ട. അപ്പോൾ നമുക്ക് സ്റ്റിച്ചിലൊക്കെ ഇങ്ങനെ വലിച്ചിൽ വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നത്. ഒരു സൈസ് മുന്നോട്ട് എടുത്താലോ ഒരു പ്രശ്നവുമില്ല. ഒന്ന് ഷേപ്പ് ചെയ്യണമെങ്കിൽ അങ്ങനെ ഷേപ്പ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഭയങ്കര രസമായിട്ടുള്ള പാറ്റേൺ ആണ് കേട്ടോ. ഷാള് നല്ല സൂപ്പർ ഷാളാണ്, നല്ല കംഫർട്ടായിട്ടുള്ള ഷാള്. നമുക്ക് ക്ലോസർ വ്യൂ കാണാൻ പറ്റുന്ന ഒരു ലിനൻ ടച്ചിലേക്കൊക്കെ വരുന്ന പോലത്തെ ഒരു പാറ്റേൺ ആണ് ഷാള് വരുന്നത്. ഇങ്ങനെ ഓക്കെ. ആദ്യത്തെ ഷെയ്ഡ് വരുന്നത് ഇങ്ങനെയാണ്. ഇതിൻ്റെ ബോട്ടം ഞാൻ വേണമെങ്കിൽ കാണിക്കാം. ബോട്ടം വന്നിട്ട് വൺ സൈഡ് ബാൻഡും അതിനകത്തേക്ക് ഇങ്ങനെ നാട പോലെ കൊടുത്തിട്ടുണ്ട്. പുറകിലേക്ക് ഇലാസ്റ്റിക്കാണ് വരുന്നത്. വൺ സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. പലാസോ ആണ്. 39 റേഞ്ചിലേക്ക് ലെങ്ത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ആദ്യത്തെ കളർ വരുന്നത്. രണ്ടാമത്തെ കളർ കാണാം. അടുത്ത കളർ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. രണ്ട് കളറും നല്ല കളറാണ്. ഇതൊരു ഗ്രീൻ ടച്ചിലേക്ക് വരുന്നതും അതൊരു ബ്ലൂ ടച്ചിലേക്ക് വരുന്നത്. എക്സാക്റ്റ് ഗ്രീനും അല്ല എക്സാക്റ്റ് ബ്ലൂ അല്ല, അങ്ങനത്തെ ഒരു പാറ്റേൺ ആണ്. നല്ല രസം. ഇതും ഞാൻ വെയർ ചെയ്തിട്ടുള്ളത് ലാർജ് സൈസാണ് കേട്ടോ. ഭയങ്കര ചൂടായതുകൊണ്ട് ഞാൻ അങ്ങനെ ഭയങ്കര ടൈറ്റ് ഫിറ്റിൽ ഇടണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. ഇത് ഒരു സൈസ് എടുത്താൽ യാതൊരു തെറ്റുമില്ല. ഒരു സൈസ് എടുക്കുന്നതാണ് ബെറ്റർ എന്നാണ് എനിക്ക് പറയാനുള്ളത്. വിത്തൗട്ട് ലൈനിങ്ങിലാണ് ടോപ്പ് വരുന്നത്. നല്ലൊരു എന്താ പറയുക, സ്മൂത്തായിട്ടുള്ളൊരു മെറ്റീരിയൽ. അപ്പോൾ വിത്തൗട്ട് ലൈനിങ്ങിലും കൂടി ആകുമ്പോൾ സ്റ്റിച്ചിങ് ഒരുപാട് വലിച്ചിൽ വരണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് ഒരു സൈസ് മുന്നോട്ട് എടുത്തോളാം. 44.5 റേഞ്ചിലേക്കാണ് ടോപ്പിന് ലെങ്ത്ത് വരുന്നത്. ബോട്ടം വന്നിട്ടൊരു 38-39 റേഞ്ചിലേക്ക് ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ. ഷാള് നല്ല പ്രീമിയം, നല്ല സുഖമായിട്ട് ഇടാൻ പറ്റുന്ന ഷാളാണ്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഒതുക്കി പിടിക്കാൻ പറ്റും. അത്രയും അടിപൊളി ഐറ്റമാണ്. പ്രിൻസസ് കട്ടിലാണ് ഐറ്റം വരുന്നത്. വൺ സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. പോർക്കിലേക്കും പ്രിൻസസ് കട്ടിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ രണ്ട് കളർ ഷെയ്ഡാണ് വരുന്നത്. മീഡിയം മുതൽ 3XL സൈസ് വരെ അവൈലബിൾ ആണ്. പ്രൈസ് വരുന്നത് 1290 ആണ് കേട്ടോ. 1290 രൂപയാണ് വരുന്നുള്ളൂ. ഇപ്പം നമുക്ക് 2 പീസിനേക്കാളും ചിലത് റേറ്റ് കുറയും. ഇതിപ്പോൾ അൻവിതയുടെ ലാബിലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത പുറമേ നിന്ന് ഇറക്കിയിട്ടുള്ള പ്രീമിയം കോൺസെപ്റ്റിൽ, അതായത് അത്രയും
ഒതൻറ്റിക് ആയിട്ടുള്ള ട്രഡീഷണൽ മെറ്റീരിയൽ വെച്ച് ചെയ്തിട്ടുള്ള ഇക്കത്തിൻ്റെ 3 പീസ് സെറ്റാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ മാർജിൻ അനുസരിച്ച് നമുക്ക് 1290 വരേണ്ട കാര്യമുള്ളൂ. അതുകൊണ്ടാണ് ആ പ്രൈസ് റേഞ്ചിലേക്ക് ഇട്ടേക്കുന്നത് കേട്ടോ. അപ്പോൾ ആൾക്കാർ വിചാരിക്കും 1290 ഉള്ളൂ, മറ്റേനൊക്കെ എന്തത്ര റേഞ്ച് എന്ന്. ഞാൻ എപ്പോഴും വീണ്ടും വീണ്ടും എടുത്ത് അങ്ങനെ തന്നെ പറയുന്നു. കിട്ടുന്ന പ്രൈസുമ്പോഴാണ് നമ്മൾ മാർജിൻ ഇടുന്നത്. അത് എത്രയാണോ കിട്ടുന്നത് അതിനനുസരിച്ച് കുറയ്ക്കാനും കൂട്ടാനും ഒക്കെ ആ ഒരു റേഞ്ച് തന്നെയാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ 3 പീസ് സെറ്റ് വേണ്ടവർക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ്. 1290 ഭയങ്കര സുഖമാണ്. ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് ഇടാൻ ഭയങ്കര രസമാണ് കേട്ടോ. അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളത് കുറച്ച് പ്രീമിയം കളക്ഷനാണ് കേട്ടോ. ഇതിൻ്റെ സിംഗിൾ കുർത്തി പോലെ നമ്മൾ ഇതിന് മുമ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു സ്ട്രൈപ്സ് പോണ പോലത്തെ പാറ്റേണിൽ ഇതെവിടെ ഇങ്ങനെ ഒരു പാച്ച് വർക്ക് കൊടുത്തിട്ട് മിററിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയിൽ ത്രെഡിൻ്റെ ഡീറ്റെയിലാണ് ഇവിടെ യോക്കിൽ കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇങ്ങനെ പാനൽ അടിച്ചിട്ടാണ് പോകുന്നത്. 1 സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഏലൻ പാറ്റേൺ വന്നിട്ട് സൈഡ് സ്ലിറ്റാണ് വരുന്നത്. ബോട്ടം വന്നിട്ട് വീവിങ് വരുന്ന ഒരു കാന്ത ലൈൻസ് പോലെ കംപ്ലീറ്റ് വീവിങ് വരുന്ന പലാസോ പാൻറ്റാണ് വരുന്നത്. ഷാൾ വന്നിട്ട് ഇതാ ഇങ്ങനെ ലൈൻസും താഴത്തേക്ക് ഒരു ഇങ്ങനെ ഒരു ഡിസൈൻ വർക്കും ചെയ്തിട്ടുള്ള ഒരു പാറ്റേണിലാണ് ഷാൾ പോകുന്നത്. നല്ല നീളവും വീതിയും ഉള്ള ഷാളാണ് കേട്ടോ. 2 സൈഡും എനിക്കിവിടെ താഴെ മുട്ടാണ്, അത്രയും വീതിയും നീളവും ഉള്ള പാറ്റേണാണ്. സ്ലീവിൻ്റെ എഡ്ജിലേക്കും ഇതുപോലെ പാച്ച് വർക്കും മിറർ വർക്കും കൊടുത്തിട്ടുള്ള പാറ്റേണാണ്. നല്ല രസമുള്ളൊരു പാറ്റേൺ. അപ്പോൾ ഇതിൻ്റെ ഒരു ക്ലോസർ വ്യൂ കാണിക്കാം ഞാൻ. ഓൾറെഡി ഇങ്ങനത്തെ സിംഗിൾ കുർത്തി അന്ന് നമ്മളൊരു ഇതിൻ്റെ ബ്ലാക്ക് ഷെയ്ഡാണ് എടുത്തതെന്ന് തോന്നുന്നു. അതായത് ഇവിടെ ഇങ്ങനെ ബ്ലാക്ക് വരുന്നത്, ഇത് ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത് കേട്ടോ. ഇങ്ങനെയാണ് വർക്ക് വരുന്നത്. സ്ലീവിൻ്റെ എഡ്ജിലേക്കും ഇങ്ങനെ വരും, പുറകിലേക്കും ഇതുപോലെ പാനൽ അടിച്ചിട്ട് തന്നെയാണ് വരുന്നത് എലൈൻ കോൺസെപ്റ്റിൽ. ബോട്ടം വന്നിട്ടുള്ളത് കുറച്ച് പ്രീമിയം ഐറ്റമാണ്. ജാംദാനിയൊക്കെ പോലത്തെ ഒരു വീവിങ് പാറ്റേണിൽ 1 സൈഡ് ബാൻഡും പിന്നെ ഇവിടെ സൈഡിൽ ബട്ടൺ സിബ് കൊടുത്തിട്ടുണ്ട്. പുറകിലേക്ക് ഇലാസ്റ്റിക്കാണ്. നല്ല കട്ടിയിൽ വരുന്ന പലാസോയിൽ വരുന്ന ബോട്ടം. ഫുൾ വീവിങ് ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അങ്ങനത്തെ വരുന്ന ബോട്ടം. ഷാൾ പിന്നെ നിവർത്തി കാണിക്കുന്നില്ല, ഇങ്ങനെ വരുന്ന ആണ് ഐറ്റം. അപ്പോൾ ഇത് സൈസ് ചാർട്ട് വരുന്നത് ലാർജ്, XL, XXL, 3XL. ഞാൻ ലാർജാണ് വേറെ ചെയ്തിട്ടുള്ളത്. ഇത്തിരി ലൂസാണ് എനിക്ക്. അപ്പോൾ അതാത് സൈസ് തന്നെ എടുത്താൽ മതിയാവും കേട്ടോ. നോർമൽ എടുക്കുന്ന ആൾക്കാർ അതാത് സൈസ് എടുത്താൽ മതിയാവും. ഇത് ഇച്ചിരി പ്രീമിയം കോൺസെപ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതിന് റേഞ്ചും ഇത്തിരി കൂടുതലാണ്. പ്രൈസ് വന്നത് 1870 ആണ് കേട്ടോ. 1870 വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ എപ്പോഴും നല്ലൊരു പ്രീമിയം കോൺസെപ്റ്റും കാര്യങ്ങളും വരുമ്പോൾ അതിനനുസരിച്ചാണ് നമുക്ക് കിട്ടുന്നത്, അതിനനുസരിച്ചാണ് നമ്മുടെയും റേഞ്ച് മാറുന്നത് കേട്ടോ. അത്രയും പ്രീമിയം ആയിട്ടാണ്. ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ലുക്ക് തന്നെ വേറെയാണ്. ഇപ്പം ഇതിൻ്റെ സിംഗിൾ ടോപ്പായിട്ട് വന്നതിന് പോലും വന്ന് നമുക്ക് 1190 ആണെന്ന് തോന്നുന്നു. അത് 1090 ആ ഒരു റേഞ്ച് വരും. അതുപോലെ തന്നെ ബോട്ടം വന്നിട്ട് ഫുൾ വീവിങ് ആയിട്ടുള്ള പാറ്റേൺ ആയതുകൊണ്ടും നല്ല ക്ലാസി ലുക്കുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ. അപ്പോൾ ലാർജ് ടു 3XL 1870 ആണ് പ്രൈസ് വരുന്നത്. ഫ്രീ ഷിപ്പിംഗ് ആണ് എല്ലാം ചെയ്യുന്നത്. അത് എന്തിനാ എടുത്ത് പറയണമെന്ന് വെച്ചാൽ ഫ്രീ ഷിപ്പിംഗ്. അല്ലാണ്ട് ഇൻഡിവിജ്വലി ചിലർ വേറെ സ്ഥലങ്ങളിലൊക്കെ ഷിപ്പിംഗ് ചാർജ് ഉള്ളതുകൊണ്ട് നമ്മളുടെ കയ്യിലേക്കും അറിയാണ്ട് ഇടാറുണ്ട്. അപ്പോൾ പിന്നെ നമ്മളത് പിന്നെ ഷിപ്പിംഗ് ചാർജ് മാത്രമായിട്ട് റിട്ടേൺ ചെയ്ത് കൊടുക്കാറുണ്ട്. അതുകൊണ്ടാണ് നമ്മളിത് വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻ കാണിക്കുന്നത്. ഓൾമോസ്റ്റ് ഒരുപാട് കളക്ഷൻ കാണിച്ചിട്ടുണ്ട്. അത്രയും നല്ല കളക്ഷൻസാണ്. എനിക്ക് ഒരുപാട് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരുപാട് ഐറ്റം ഇതിൽ ഉണ്ട്. ഞാനും പേഴ്സണലി എടുത്തിട്ടുള്ള കുറേ ഐറ്റം ഉണ്ട്. കാരണം എനിക്ക് അത്രയും ഇഷ്ടമായതുകൊണ്ടാണ് നമ്മളങ്ങനെ. ചിലതൊക്കെ ഞാൻ എടുത്തു വെച്ചതും പല കസ്റ്റമേഴ്സിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് തായോ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ കൊടുക്കാറാണ് പതിവ്. പക്ഷെ ഇത് ചിലതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ഓൾറെഡി ഇട്ടിട്ടൊക്കെ ഉള്ള ഐറ്റംസൊക്കെയാണ്. അപ്പോൾ മിസ് ചെയ്യേണ്ട നല്ല കളക്ഷൻസാണ്. ഇനി നമുക്ക് കുറച്ച് ഗ്യാപ്പ് ഉണ്ടാവും. ഒരു സന്തോഷ വാർത്ത പറയാനാണ് ഇനി ഉള്ളത്. അത് പിന്നെ ഒരു ദിവസം അറിയിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.